എനിക്ക് എത്രത്തോളം നന്നായിട്ട് അനുഭവിക്കാൻ പറ്റുന്നു. അവിടെയാണ് സത്യസന്ധത. എന്താണ് സത്യം? ഞാൻ എന്നെ അനുഭവിക്കുന്നതാണ് എൻ്റെ സത്യം. എന്നെ അനുഭവിച്ച് തുടരുന്നതാണ് എൻ്റെ സത്യം. അല്ല ആരെയും സ്വാധീനിക്കാനോ മറ്റുള്ളവരെ ആകർഷിക്കാനോ ഒന്നുമല്ല. ആരെയും സ്വാധീനിക്കാനില്ല. ഓരോ വ്യക്തിയും അവനവൻ്റെ ജീവിതം അവനവനിൽ ഉള്ള അനുഭവം കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുവരാനുള്ള താല്പര്യം, അത് അവനവനോട് താല്പര്യമുണ്ടെങ്കിൽ സാധിക്കാവുന്നൊരു കാര്യമാണ്. വേറെ ഈ ലോകത്ത് ഒരു മനുഷ്യനുമില്ല എന്നെ നന്നായിട്ട് രക്ഷിച്ചു കൊണ്ടുപോകാൻ, എനിക്ക് എന്നെ നന്നായിട്ട് അനുഭവിച്ച് കൊണ്ടുപോകുക എന്നുള്ളതിൻ്റെ താല്പര്യം എന്നിൽ മാത്രമുള്ളതാണ്. എല്ലാ മനുഷ്യർക്കും ഇങ്ങനെ തന്നെയാണ്. അവനവനെ അനുഭവിക്കാൻ പറ്റും. ഈ ദൈവങ്ങളെയും ഇതുപോലുള്ള വിശ്വാസ പ്രമാണങ്ങളെയും ഗ്രന്ഥങ്ങളെയും ഗുരുക്കന്മാരെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിയാൽ നമ്മൾ സത്യസന്ധത ഉള്ളവരാകണം. കള്ളന്മാരും വഞ്ചകരും ചതിയന്മാരാണ് ഈ ഗ്രന്ഥങ്ങളും ഗുരുക്കന്മാരെയും കൊണ്ടു നടക്കുന്നത്. കാരണം ഇന്ന ഗുരുവിൻ്റെ അണ്ടറിലാണ് അവിടെ ഞാൻ ഓക്കെയാണ്. മനസ്സിലായി? ഞാൻ ഇന്ന ഗുരുവിൻ്റെ കൂട്ടത്തിലാണ്, ഇന്ന പുസ്തകം വായിച്ചിട്ട് ഞാൻ അതാണ് പറയുന്നത്, അതുകൊണ്ട് ഞാൻ ഓക്കെയാണ്. നമ്പർ 1 ഫ്രോഡ് മനുഷ്യരാണ്. കാരണം അവിടെ സത്യസന്ധത ഒട്ടും ആവശ്യമില്ല. കാരണം ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്, അവിടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. അത് ഇത് ഫ്രോഡ് മനുഷ്യരുടെ കൂട്ടായ്മയാണ്, ഫ്രോഡ് മനുഷ്യരുടെ ഭാഗം. കാരണം സത്യത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഭാഗത്താണെങ്കിൽ ഒരു തട്ടിപ്പും വെട്ടിപ്പും ഒരു അഴിമതിയും നടക്കത്തില്ല. സത്യത്തിൻ്റെ ഭാഗത്ത് അവനവനെ അനുഭവിക്കുന്നിടത്താണെങ്കിൽ ഒരു അഴിമതി അവിടെ സാധ്യമല്ല. പക്ഷേ ഏതെങ്കിലും ഗുരുക്കന്മാർ പറഞ്ഞതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് കള്ളത്തരവും വഞ്ചനയും ചതിയും തർക്കവും മടിയും വഴക്കും എല്ലാം ഉണ്ടാകും. ഞാൻ എന്നെ അനുഭവിക്കുന്നിടത്ത് എങ്ങനെയാണ് വഴക്ക് പിടുത്തം ഉണ്ടാകുന്നു? എന്നെ അനുഭവിക്കുന്നിടത്ത് എങ്ങനെയാണ് തർക്കം ഉണ്ടാകുന്നു? ഞാൻ എന്നെ അനുഭവിക്കുന്നത്. അതിനകത്ത് എന്താ സംശയം? ഇത് ആരെ ബോധ്യപ്പെടുത്താനാണ്? ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. എല്ലാ മനുഷ്യർക്കുമായിട്ട് നമുക്ക് മനോഹരമായിട്ട് സഹകരിക്കാനും പറ്റും. ആവശ്യങ്ങൾ വൃത്തിയായിട്ട് നടക്കുകയും ചെയ്യും. വേറെ യാതൊന്നും ആവശ്യമില്ല. അവനവനെ അനുഭവിക്കാൻ പറ്റും. ശരീരത്തിൻ്റെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും. ശ്വാസമല്ല ശ്രദ്ധിക്കേണ്ടത്, ശ്വാസമല്ല, ഭക്ഷണമല്ല ശ്രദ്ധിക്കേണ്ടത്, നമ്മളെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ ശ്രദ്ധിക്കുന്നിടത്താണ് ജീവിതം. ഇത് ശരീരം കൊള്ളത്തില്ലെന്ന് പഠിപ്പിച്ചു വെച്ചിരിക്കുക. ശരീരം കൊള്ളത്തില്ല, ശരീരം നശിക്കുന്നതാണ്. അതെ, ശരീരം നശിക്കുന്നതാണ്. അതുകൊണ്ടാണ് അത് നോക്കേണ്ടത്. ആത്മാവ് നശിക്കുന്നതല്ല, അത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ആത്മാവ് നശിക്കത്തില്ല. ആത്മാവിന് നമ്മുടെ യാതൊരു അറ്റൻഷൻ്റെയും താല്പര്യമില്ല. ശരീരത്തിനാണ് അറ്റൻഷൻ വേണ്ടത്. കാരണം ശരീരം ദുർബലമാണ്, ശരീരം നശിച്ചു പോകുന്നതാണ്. അത് നിലനിർത്തുന്നിടത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആത്മാവ് നിത്യമാണ്. ആത്മാവിനോട് ആരുടെയും കെയർ ആവശ്യമില്ല. ശരീരത്തിനാണ് കെയർ വേണ്ടത്. ശരീരത്തിനെയാണ് കെയർ വേണ്ടത്. ശരീരത്തിനെ കെയർ ചെയ്താൽ മാത്രമേ നമ്മളായിട്ട് നിലനിൽക്കുന്ന അവസ്ഥയുള്ളൂ. ഇത് തലതിരിച്ച് പഠിപ്പിച്ചു വച്ചിരിക്കുക. ശരീരം നാശമാണ്, ശരീരം കൊള്ളത്തില്ല, ശരീരത്തെ നിങ്ങൾ അന്വേഷിക്കില്ല, നിങ്ങൾ ആത്മാവിനെ അന്വേഷിച്ചാൽ മതി. ആത്മാവ് പറഞ്ഞോ നിങ്ങൾ ആത്മാവിനെ അന്വേഷിക്കാൻ? ആത്മാവ് ആവശ്യപ്പെട്ടിട്ടില്ല. ആത്മാവ് ഒരിക്കലും ആവശ്യപ്പെട്ടില്ല. ഒരു ഈശ്വരന് വേണ്ടി തിരികെത്തിക്കാൻ പറഞ്ഞിട്ടില്ല, വിളക്ക് കത്തിക്കാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ഈശ്വരന്മാർക്ക് വേണ്ടിയിട്ട് വിളക്ക് കത്തിക്കുക, പക്ഷേ പൂജ നടത്തുകയാണ് ഈശ്വരന്മാർക്ക് വേണ്ടി. അവനവൻ അനുഭവിച്ച് ജീവിക്കുന്നതിന് ഒരു പൂജയും ഒരു തിരിയും കത്തിക്കണ്ട. അവനവന് വൃത്തിയായിട്ട് അനുഭവിക്കുന്നതിൻ്റെ ഭാഗം നിരന്തരം വേണം. അവിടെ മടി, അലസത, ആ ഈശ്വരഭക്തിയുള്ളവർക്ക് മടി, അലസത, കള്ളത്തരം, വഞ്ചന, ചതി, തല്ലുപിടുത്തം ഇതെല്ലാം ആകാം. കാരണം ഈശ്വരന്മാരെ സേവിക്കുന്നവർക്ക് അവർക്ക് എന്ത് വൃത്തികേടും തോന്നിയ ദിവസം കാണിക്കാം. ഞാൻ എന്നെ അനുഭവിക്കുന്നതുകൊണ്ട് എന്നെ അനുഭവിക്കുന്നിടത്ത് ഒരു കള്ളത്തരവും വഞ്ചനയും ചതിയും പറ്റത്തില്ല, നടക്കത്തില്ല. കാരണം എന്നെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നിരന്തരം ഞാൻ ശ്രദ്ധിക്കണം. ഒരു നിമിഷം പോലും എനിക്ക് മടിയോ കള്ളത്തരോ വഞ്ചനയോ ചതിയോ പറ്റത്തില്ല. മറ്റെടുത്ത് ഈ ഉള്ള എല്ലാ തെമ്മാടിത്തരങ്ങളും പോക്കൃത്തരങ്ങളും തോന്നിയാസവും കാണിക്കാം. കാരണം ഫുള്ള് തർക്കവും അടിയും വഴക്കും ബഹളവുമാണ്. അതിലൂടെ വേറെ ഒന്നുമില്ല. ഈശ്വരവിശ്വാസമുള്ള ആൾക്കാർ, പുസ്തകം വായിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക്, ഗുരുക്കന്മാരുള്ള ആൾക്കാർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മുഴുവൻ അടിയും വഴക്കും തർക്കമാണ്. ആ പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, മറ്റേ പുസ്തകത്തിൽ ഇന്നയാണ് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ് രണ്ടുപേരും പുസ്തകം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും എറിയുക.
അല്ലാണ്ട് സമാധാനമില്ല അവർക്ക്. ഗുരുക്കന്മാരുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ സമാധാനമില്ല. ആദ്യം വേണ്ടത് സമാധാനമാണ്. നമ്മൾ ജീവിക്കുന്ന ഭാഗം അത് മനോഹരമായിട്ട് അനുഭവിക്കുന്നിടത്താണ്. എൻ്റെ അനുഭവം ആരെയും ബോധ്യപ്പെടുത്താനല്ല, ഒരു വ്യക്തിയും ബോധ്യപ്പെടുത്താനല്ല. ഞാൻ എന്നെ അനുഭവിക്കുന്നു. എവിടെ നിന്ന് കിട്ടി എനിക്ക്? എന്നെ എവിടെ നിന്ന് കിട്ടി? ആ എങ്ങനെ ഒരു കുഴിയുന്ന ചപ്പിന്ന ചവറുന്ന കിട്ടിയെന്നുള്ള ഭാഗം ഞാൻ അന്വേഷിക്കുന്നില്ല. ഞാനുണ്ട്, ഞാൻ ഉള്ളത് നന്നായിട്ട് അനുഭവിക്കുന്നു. എൻ്റെ ഈ വാക്കുകളൊക്കെ എവിടെ നിന്ന് കിട്ടി? എനിക്കറിയത്തില്ല. ഇന്നെൻ്റെ വിഷയമല്ല. ഈ വാക്കുകളെല്ലാം എവിടെ നിന്ന് വാരിയെടുത്തതാണ്, അതൊന്നും എൻ്റെ വിഷയമല്ല. എനിക്കെന്നെ നന്നായിട്ട് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഈ വാക്കുകളുടെയൊക്കെ ഉറവിടം അന്വേഷിച്ച് പോകുന്നത് എൻ്റെ താല്പര്യമല്ല. എനിക്ക് താല്പര്യമില്ല ഈ വാക്കുകളൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത്. ഞാൻ എന്നെ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ടോ? എല്ലാവരുടെയും താല്പര്യം ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? താങ്കൾ ഈ പറയണതൊക്കെ ആര് തന്നാണ്? ആരെങ്കിലും നന്നായിക്കോട്ടെ, പക്ഷെ എനിക്കിപ്പോൾ ഇത് എന്നെ നന്നായിട്ട് മനോഹരമായിട്ട് അനുഭവിച്ച് പോകാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ആവശ്യം അത്രയേ ഉള്ളൂ. എൻ്റെ ആവശ്യത്തിനാണ് സ്ഥാനം കൊടുക്കുന്നത്, അതല്ലാണ്ട് മറ്റുള്ളവരുടെ ആവശ്യത്തിനല്ല. മറ്റുള്ളവരുടെ ആരുടെ ആവശ്യത്തിനല്ല ഞാൻ സ്ഥാനം കൊടുക്കുന്നത്. എൻ്റെ ആവശ്യം എന്നെ നന്നായിട്ട് അനുഭവിക്കാൻ പറ്റണം. എൻ്റെ താല്പര്യത്തിൽ ഭയങ്കര സ്വാർത്ഥതയാണ്. ഞാൻ നമ്പർ 1 സ്വാർത്ഥനാണ്. എന്നെ നന്നായിട്ട് എനിക്ക് കൊണ്ടു നടക്കണം, എന്നെ നന്നായിട്ട് വൃത്തിയായിട്ട് കൊണ്ടു നടക്കണം, എന്നെ എനിക്ക് നന്നായിട്ട് അനുഭവിക്കണം. എൻ്റെ ആവശ്യം അതാണ്. അത് നടക്കുന്നിടത്ത് മാത്രമേ ഉള്ളൂ എൻ്റെ സഹകരണം. അല്ലാത്തടത്ത് എനിക്ക് സഹകരിക്കാൻ പറ്റത്തില്ല. അല്ലാത്തടത്ത് ഞാൻ സഹകരിക്കാൻ പോകുന്നില്ല. എനിക്ക് എന്നെ നന്നായിട്ട് അനുഭവിക്കുന്നതിൻ്റെ തുടർച്ച എൻ്റെ ആവശ്യം അതാണ്. അങ്ങനെ അതിന് പറ്റുന്ന മനുഷ്യരുമായിട്ട് മാത്രമേ സഹകരിക്കുന്നുള്ളൂ. അല്ലാണ്ട് എന്നെ നോക്കി കളിയാക്കുക, പുച്ഛിക്കുക, ആക്ഷേപിക്കുക, അവരോടിരുന്ന് അത് ചെയ്തോട്ടെ, നമുക്കത് വിഷയമല്ല. കാരണം എൻ്റെ നന്നായിട്ട് അനുഭവിക്കുന്ന ഭാഗത്ത് എന്താണ് സംഭവിക്കുന്നത് അത് വൃത്തിയായിട്ട് അറിയുന്ന അവസ്ഥ അനുഭവിക്കുന്ന, അതേപോലെ അനുഭവിക്കുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് മാന്യമായിട്ട് സഹകരിക്കാം. അവിടെ സഹകരണത്തിനൊരു മൂല്യമുണ്ട്. അവിടെ സത്യസന്ധതയ്ക്ക് ഒരു പ്രാപ്തിയുണ്ട്. കാരണം സത്യമാണ് ഞാൻ എന്നെ അനുഭവിക്കുന്ന ഭാഗം. ഞാൻ പറയുന്നതല്ല, ഞാൻ എന്നെ അനുഭവിക്കുന്നതാണ് എൻ്റെ സത്യം. അവിടെയാണ് എൻ്റെ തുടർച്ച. ഇതാരെയും ബോധ്യപ്പെടുത്താനല്ല. അവനവന് ബോധമുള്ളവർ പരസ്പരം നാച്ചുറലി സഹകരിക്കും. അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. ആ സഹകരണം, ജീവൻ്റെ സഹകരണം, എൻ്റെ തെളിച്ചം ഓരോ ദിവസം ചെല്ലുന്തോറും, ഓരോ നിമിഷം മാറുന്തോറും എൻ്റെ തെളിച്ചം എന്നിൽ കൂടുകയോ കുറയുകയല്ല. ഓരോ നിമിഷം മാറുന്തോറും അഭിമാനം എനിക്ക് എന്നോട് കൂടുകയാണ് ചെയ്യുന്നത്. വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാതെ, വേണ്ട കാര്യങ്ങളിൽ മാത്രം ഇടപെട്ട് വളരെ വ്യക്തമായിട്ട് ഓരോ ദിവസം ചെല്ലുന്തോറും എന്നെ അനുഭവിക്കുന്ന അവസ്ഥ മെച്ചപ്പെടുന്നതല്ലാണ്ട് യാതൊരു കാരണവശാലും ഒരു കുറവും വരുന്നില്ല. ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ വിഡ്ഢിത്തരങ്ങളും പൊട്ടത്തരങ്ങളും കുറച്ച് നല്ല രീതിയിൽ എന്നെ അനുഭവിക്കത്തക്ക രീതിയിൽ തുടരുന്നു. ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു, പള്ളിയിൽ പോയി പ്രാർത്ഥനയൊക്കെ ചൊല്ലി, ഈ പൊട്ടത്തരം ഞാൻ ഒരുപാട് ചെയ്തു നോക്കിയതാണ്. കൃത്യമായിട്ട് പ്രാർത്ഥന ചെല്ലുക, പള്ളിയിൽ പോവുക, ഒരു തേങ്ങാക്കൊലയും ഇല്ല ഇതിനകത്ത്. വെറുതെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യനെ അവനവനെ അനുഭവിക്കുക എന്ന് പറയുന്ന മഹത്വമുള്ളൊരു സത്യം അവനവനെ അനുഭവിച്ച് വളരെ വൃത്തിയായിട്ട് അനുഭവിക്കുന്നിടത്ത് വേറെ യാതൊന്നും, ഒരു സ്വർഗവുമില്ല, ഒരു നരകവുമില്ല. ഇതൊക്കെ വെറും കെട്ടുകഥകളാണ്. വെറും നമ്പർ 1 മാസ്റ്റർ പീസ് കെട്ടുകഥകളാണ്. ഈ കഥകളിൽ മനുഷ്യൻ കിടന്ന് സഫർ ചെയ്യും. ഒരു പള്ളിയിൽ അച്ഛൻ വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. എന്നിട്ട് പള്ളിയിൽ അച്ഛൻ പറയുന്നത് എന്താണ്? നിങ്ങൾ പരസ്ത്രീകളെ മോഹിക്കരുതും, ഭാര്യയായിട്ട് മാത്രമേ. എൻ്റെ അച്ഛൻ കല്യാണം കഴിക്കാണ്ട് അച്ഛന്മാർ കാണിക്കുന്ന വൃത്തികേട് എന്തൊക്കെയാണ്? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടി വരും. എല്ലായിടത്തും നടക്കുന്ന വൃത്തികേട് എന്ത് കാര്യത്തിനാണ്? ഇത് വിളമ്പിയിട്ട് വല്ല കാര്യമുണ്ടോ?
ഇത് ഒരു കഥയില്ല. മനുഷ്യരെ പറ്റിക്കുന്നു, വഞ്ചിക്കുന്നു, ചതിക്കുന്നു ദൈവത്തിൻ്റെ പേരിൽ. ദൈവത്തിൻ്റെ പേരിലും പുസ്തകത്തിൻ്റെ ഗുരുക്കന്മാരുടെ പേരിൽ പരസ്പരം വഞ്ചനയും ചതിയും നടക്കുന്ന ഒരു ലോകമാണ്. അതിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ ആ ഭാഗത്തോട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മളിലോട്ട് ശ്രദ്ധിക്കാൻ, ഈ കൂട്ടരെ കൊണ്ട് നമ്മളിലോട്ട് ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റാണ്ടായി. കാരണം അവരാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. പോലീസ് സ്റ്റേഷൻ, കോടതി. പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അവരുടെ തോന്നിയവാസമാണ് നടക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത് അവരുടെ തോന്നിയവാസമാണ്. മനസ്സിലായി? അല്ലാണ്ട് വേറെ സത്യസന്ധതയൊന്നും പോലീസ് സ്റ്റേഷനില്ല, ഒരു കോടതിയിലും ഇല്ല. ഒരു കോടതിയിലും സത്യസന്ധതയില്ല. അവിടെ വാദിച്ച് ജയിക്കാൻ നല്ല വക്കീലിന് കാശ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കാം. അതാണ് ഈ സമൂഹം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ കയ്യിൽ കാശുണ്ടാ, പിടിപാടുണ്ടാ, ഈ വൃത്തികെട്ട മനുഷ്യരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ, ഈ വൃത്തികെട്ട സംവിധാനമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നിയ ദിവസം കാണിച്ച് നരകിച്ച് നിങ്ങൾക്ക് മരിച്ചു, അല്ലാണ്ട് വേറെ ഒന്നും കിട്ടത്തില്ല. ഈ വൃത്തികെട്ട സമൂഹവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദുരന്തം ആരുടെയും മുമ്പിൽ കാണിക്കാതെ പുറത്ത് നിങ്ങൾക്ക് നല്ല വേഷമൊക്കെ ധരിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യനായിട്ട് നടന്ന് ഉള്ളിൽ നരകിച്ച് മരിച്ചു, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ നരകം തന്നെ ആയിരിക്കും, അതിൽ യാതൊരു സംശയവും വേണ്ട. പുറത്ത് മാന്യനായിരിക്കും, പക്ഷെ ഉള്ളിൽ നരകം തന്നെയാണ്, ഒരു സംശയം വേണ്ട. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ സുഖമായിട്ടാണ് ജീവിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. അവർക്കില്ലാത്ത രോഗങ്ങളൊന്നുമില്ല. മനസ്സിലായി? നമ്മുടെ ഇവിടുത്തെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാർക്ക് നേരെ അമേരിക്കയിലോട്ടാണ് ട്രീറ്റ്മെൻറ്റിന് പോകണം. ഇവിടെയൊന്നും ആശുപത്രിയില്ല. അപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്നതൊന്നും ശ്രദ്ധിക്കണം. ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊന്നും പോരാത്തതാണ്, ശരിയായിട്ടുള്ളതല്ല. അതുകൊണ്ടല്ല അവരുടെ ട്രീറ്റ്മെൻറ്റിന് അമേരിക്കയിൽ പോകുന്നത്. അവരുടെ ട്രീറ്റ്മെൻറ്റിന് അവർ അമേരിക്കയിലോട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ ഈ സംവിധാനത്തെ നോക്കിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ് അടിവരയിട്ട് പറയുന്നത്. അവനവനെ അനുഭവിക്കുന്ന ഭാഗത്തോടെ എത്തുക. അവനവനെ അനുഭവിക്കുന്ന, അല്ലാണ്ട് ഈ സംവിധാനത്തെ നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ഈ സംവിധാനത്തിനകത്ത് വൃത്തി, സത്യസന്ധത എന്ന് പറയുന്ന ഭാഗം തൊട്ട് തെറിച്ചിട്ടില്ല. അവർ തല്ലാനും കല്ലെറിയാനേ വരത്തുള്ളൂ. അത്ര അതിനെ അവരെ കൊണ്ട് പറ്റത്തുള്ളൂ. എതിർക്കാനല്ലാതെ, തല്ലാനല്ലാതെ, സത്യത്തിൻ്റെ ഭാഗത്തിരിക്കുന്നവരെ തല്ലാനും കല്ലെറിയാനും അല്ലാണ്ട് അവർ വരത്തില്ല. അതിനുള്ള കഴിവേ അവർക്കുള്ളൂ. അല്ലാതെ സഹകരിക്കുന്ന ഭാഗമില്ല, ഒരിക്കലും ഉണ്ടാകത്തില്ല. അതിനെയാണ് സമൂഹം എന്ന് വിളിക്കുന്നത്. അവർക്ക് ഭയങ്കര നീതിബോധമാണ്. കണ്ടാൽ ചോദ്യം ചെയ്തിരിക്കും. മനസ്സിലായി? കണ്ടാൽ ചോദ്യം ചെയ്തിരിക്കും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. സ്വന്തം ജീവൻ്റെ ഭാഗം അനുഭവിക്കുന്നുണ്ടോ? അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? സത്യസന്ധത വേണം. ഞാൻ എന്നെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ സത്യസന്ധത വേണം. അതിനകത്ത് യാതൊരു തർക്കമോ അടിയോ വഴക്കോ ഒന്നുമില്ല. ഓരോ വ്യക്തിയും ആ വ്യക്തിയെ അനുഭവിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അവിടെ സമാധാനം ഉണ്ടാകും, ഐക്യം ഉണ്ടാകും, സർവ്വ മനുഷ്യരും പുരോഗമിക്കും. അത് ഒരു സംശയം വേണ്ട. തട്ടിപ്പും വഞ്ചനയും ചതിയും എൻ്റെ ഒരു ഭാഗവും വരത്തില്ല. ഞാൻ എന്നെ അനുഭവിക്കുന്നു, ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം. അതിന് വേറെ യാതൊരു ടെക്നോളജിയും തന്ത്രവും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട. അർത്ഥം എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ, ഇതൊരൊറ്റ കാര്യമേ ഉള്ളൂ. എല്ലാ മനുഷ്യർക്കും ശ്രദ്ധിക്കാവുന്ന ഒന്നാണ്. നിങ്ങളിൽ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഫോക്കസ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ അനുഭവമായിട്ട്, നിങ്ങളിലെ ജീവനെ അനുഭവിക്കുന്ന ഭാഗത്ത് വളരെ സാവകാശം, പക്ഷേ കൃത്യമായിട്ട് എത്താനും തുടരാനും പറ്റും. അത് വേറെ ഒന്നുമില്ല, ഒരു സംശയമില്ലാണ്ട്. നിങ്ങളെപ്പറ്റി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ദുരന്തമില്ല. നിങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നാശം നിങ്ങളെ സംശയിക്കാതെ ഇരിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതം. അങ്ങനെ സംശയിക്കാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളെ സജീവമാക്കുന്ന പ്രവർത്തനം എന്താണ്? അവിടെയാണ് എക്സ്പാൻഷനും കോൺട്രാക്ഷനും വരുന്നത്. നിങ്ങളെ സജീവമാക്കുന്ന പ്രവർത്തനം. മറ്റുള്ളവർ പറയുമ്പോൾ അതിൽ നിങ്ങൾ പെട്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി സജീവമല്ല. നിങ്ങൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്നില്ല. അവിടെ അവർ പറഞ്ഞത് ശരിയാണ്,
അതിൻ്റെ പുറകെ വെച്ച് പിടിക്കുന്നുണ്ടെങ്കിൽ കഷ്ടകാലമാണ്. ഒരു സംശയം വേണ്ട. നിങ്ങൾ പ്രവർത്തിക്കുന്ന ഭാഗം കൃത്യമാണെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന തെളിച്ചം അത് വൃത്തിയായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള തെളിച്ചമാണ്. അതിന് മങ്ങലേക്കത്തില്ല, സംശയം ഉണ്ടാകത്തില്ല. ആരുടെയും ശുപാർശയിൽ നിന്നല്ല നിങ്ങളുടെ തെളിച്ചത്തിൽ നിൽക്കുന്നത്. ഒരു സംശയമില്ലാണ്ട് നിരന്തരം പ്രവർത്തിക്കുന്ന ഭാഗം. വേറെ ഒന്നുമില്ല ചെയ്യാൻ, വളരെ സിമ്പിളാണ്. ഈ ഭാഗത്ത് മനുഷ്യനെ എത്തുന്നതിന് പകരം മനുഷ്യനെ തലമുറകളായിട്ട് പറ്റിച്ച് വഞ്ചിച്ച് ചതിച്ചിട്ടിരിക്കുക. മനുഷ്യൻ അതിൻ്റെ കൂട്ടത്തിൽ ആ ചതിയുടെയും വഞ്ചനയുടെയും ഭാഗത്ത് പോയിക്കൊണ്ടിരിക്കുക, നരകിച്ചുകൊണ്ടിരിക്കുക. വളരെ സിമ്പിളായിട്ട് മനോഹരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഭാഗം നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട. ഒരു നിർബന്ധമില്ല. നിങ്ങളാരും നിങ്ങളുടെ നന്മയിൽ ജീവിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങളിലെ സത്യസന്ധത എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. അത് നിങ്ങളുടെ താല്പര്യം മാത്രമാണ്. ഇത് എൻ്റെ താല്പര്യത്തിൻ്റെ ഭാഗത്ത് ഞാൻ കണ്ടെത്തിയ ഈ വിശ്വാസത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ മാറിയപ്പോൾ എന്നെ അനുഭവിക്കുന്ന അവസ്ഥയുടെ ആ മനോഹരമായിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഭാഗം ഞാൻ എന്നെ അനുഭവിക്കുന്ന ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ടുമല്ല. ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ടില്ല ഞാൻ എന്നെ അനുഭവിക്കുന്നത്. എന്നെ അനുഭവിക്കുന്നത് എൻ്റെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അത് നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സത്യസന്ധത ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഏത് മടിയന്മാർക്കും കള്ളന്മാർക്കും ചതിയന്മാർക്കും ഉള്ളതാണ്. അവിടെ വിശ്വാസം കൊണ്ടുനടക്കുന്നത് എന്തിനാണ്? ദൈവവിശ്വാസം കൊണ്ടുനടക്കുന്നത് കള്ളന്മാരാ, ഫ്രോഡ് ആൾക്കാരാണ് ദൈവവിശ്വാസികളായിട്ട് നടക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. കാരണം അവർക്ക് എടുത്താൽ പൊങ്ങാത്ത രോഗങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. ഈ രോഗങ്ങളും പ്രശ്നങ്ങളും എന്തുകൊണ്ടുണ്ട്? കാരണം അവരിൽ നടക്കുന്ന പ്രവർത്തനവുമായിട്ട് സജീവമായിട്ട് അനുഭവത്തിൽ തുടരാൻ പറ്റാത്തതുകൊണ്ടാണ്. അതവർ ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറല്ല. പിന്നെ നമ്മളെന്തിനാ അവരെ അംഗീകരിപ്പിക്കാൻ പോകുന്നത്? അവരുമായിട്ട് തർക്കിക്കാനോ അവരെ ശരിപ്പെടുത്താനോ പോകേണ്ട ഒരു കാര്യമില്ല. അവരുടെ പാടായി. അനുഭവിക്കുന്ന ഭാഗത്ത് നിരന്തരം മടിയോ കള്ളത്തിലോ വഞ്ചനയോ ചതിയോ ഒന്നും നടക്കത്തില്ല. ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവൻ അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ചാൽ നിരന്തരം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഞാൻ 1 മണിക്കൂർ ധ്യാനിച്ചു, ഞാൻ 2 മണിക്കൂർ യോഗാഭ്യാസം ചെയ്ത്, ഇതൊക്കെ സമൂഹത്തെ തട്ടിപ്പിക്കാനും വെട്ടിക്കാനും പറ്റുന്ന ഭാഗം മാത്രമാണ്. അല്ലാണ്ട് അതിനകത്ത് വേറെ യാതൊന്നുമില്ല. നമ്മൾ മറ്റുള്ളവർ ആരെയും ബോധ്യപ്പെടുത്തുന്ന ഭാഗമല്ല, ഞാൻ അനുഭവിക്കുന്ന ഭാഗമാണ്. ഞാൻ എന്നെ അനുഭവിച്ചു തുടരുന്ന ഭാഗമാണ്. എന്നെ അനുഭവിക്കുന്നതാണ് എൻ്റെ അധികാരം. എന്നെ എത്രത്തോളം നന്നായിട്ട് അനുഭവിക്കാൻ പറ്റുന്നു അതാണ് എൻ്റെ ജീവിതം. എനിക്ക് വൃത്തിയായിട്ട് നിരന്തരം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ള ഭാഗം കൃത്യമായിട്ട് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എന്തോരം പൊട്ടത്തരമാണ് സമൂഹത്തിൽ നിന്ന് എന്നെ പഠിപ്പിച്ചു വച്ചിരുന്നത്. ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ഭർത്താവാണ്, മറ്റേതാണ് മറിച്ചതാണ്, ഇതൊക്കെ അതുപോലെ കൊണ്ടുനടക്കാൻ നോക്കി പാടുപെട്ട് അത് കഷ്ടപ്പാടായിരുന്നു. ഒരു വ്യക്തിയുടെ ഭർത്താവായിട്ടിരിക്കുക, പിള്ളേരുടെ അപ്പനായിട്ടിരിക്കുക, അപ്പൻ മാതാപിതാക്കൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഒരു ആവശ്യമില്ല. ഞാൻ എന്നെ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ കുട്ടികൾ ഉണ്ടാകുന്ന പ്രത്യുൽപാദനം ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട കുട്ടികളുണ്ടാകും. പ്രകൃതിയുടെ നിയമമാണ്. എൻ്റെ കുട്ടികളെന്ന് പറയുന്നതൊക്കെ വെറും വിട്ടിത്തരാണ്. അത് പ്രകൃതിയുടെ നിയമപ്രകാരം കുട്ടികളുണ്ടാകും. ഞാൻ എന്നെ നന്നായിട്ട് അനുഭവിക്കുമ്പോൾ കുട്ടികളും അവരെ നന്നായിട്ട് അനുഭവിക്കുന്ന ഭാഗത്ത് തുടരും. നമ്മൾ പഠിപ്പിച്ച കുട്ടികളെ പഠിപ്പിച്ച ഭാഗം ശീലിക്കാൻ വേണ്ടിയിട്ട് അവർ കിടന്ന് പാടുപെടുകയാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കുക. എന്തിനു ബഹുമാനിക്കണം? എന്ത് കാര്യത്തിന് ബഹുമാനിക്കണം? നമ്മളെ അനുഭവിക്കുന്നിടത്ത് സർവ്വതിനെയും നമ്മൾ തുല്യമായിട്ടാണ് കാണുന്നത്. അവിടെ പ്രത്യേകിച്ച് ഇന്നാളോട് എൻ്റെ അപ്പനും അമ്മയും അല്ലെങ്കിൽ എൻ്റെ മതം ബാക്കിയുള്ള മതത്തെയൊക്കെ തള്ളിക്കളഞ്ഞ് എന്ത് കാര്യത്തിന് ആരെയും തള്ളണ്ട. ഇവിടെ ഉള്ളതെല്ലാം പ്രകൃതി സൃഷ്ടിച്ചിട്ടുള്ളതാണ്. എല്ലാം സർവ്വതും ഇവിടെ രൂപം കൊണ്ട് നിലനിൽക്കുന്നതല്ല പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടിയാണ്. അപ്പോൾ ഒന്നിനെയും തള്ളാൻ പറ്റത്തില്ല. സർവ്വതിനെ ഉൾക്കൊള്ളണം. അതിന് അവനവനെ അനുഭവിക്കുന്ന ഭാഗമായിരിക്കണം. അവനവനെ അനുഭവിക്കുന്ന ഭാഗത്തായിരിക്കണം. അവനവനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സത്യസന്ധത കൈവരിച്ചേ പറ്റത്തുള്ളൂ.
വെറുതെ ലാപ്പാ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിരന്തരം അനുഭവിക്കണം. അല്പനേരമല്ല, ഞാൻ 1 മണിക്കൂർ ധ്യാനിച്ചു, ഒരു കഥയുമില്ല. ബാക്കിയുള്ള സമയം മുഴുവൻ തോന്നിവാസം നടന്നു. നിരന്തരം ഞാൻ എന്നെ അനുഭവിക്കണം. അവിടെയാണ് വൃത്തി, അവിടെയാണ് സത്യസന്ധത. അതല്ലാണ്ട് വേറെ ഒരു മാർഗവുമില്ല. അപ്പോഴാണ് നമ്മളിൽ ഒരു രോഗം വരാതെ ശരീരത്തിലെ ദഹനേന്ദ്രിയങ്ങളൊക്കെ വൃത്തിയായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. ഈ ദഹനം ശരിയായിട്ടില്ലെങ്കിൽ മൈഗ്രെയിൻ, സോറിയാസിസ്, ഡയബറ്റിക്, കൊളസ്ട്രോള്, പ്രഷർ എല്ലാം ദഹനം ശരിയല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ആമാശയം വൃത്തിയല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ് ഇതെല്ലാം. മൈഗ്രെയിൻ ആണെങ്കിലും സോറിയാസിസ് ആണെങ്കിലും ഡയബറ്റിക് ആണെങ്കിലും പ്രഷറാണെങ്കിലും മാനസിക അസ്വസ്ഥതയാണെങ്കിലും ഇതെല്ലാം ദഹനം ശരിയല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പം ദഹനത്തിൻ്റെ ഭാഗത്തും നമുക്ക് നമ്മളെ നന്നായിട്ട് അനുഭവിക്കാം. ദഹനത്തിൻ്റെ ഭാഗത്ത് നമുക്ക് നമ്മളെ നന്നായിട്ട് അനുഭവിക്കാം. ദഹനം ആദ്യം വൃത്തിയാകണം. ദഹനത്തിൽ നമുക്ക് നമ്മുടെ ആമാശയം നമ്മൾ നന്നായിട്ട് അനുഭവിക്കണം. അങ്ങനെ ഒരു ഭാഗം ഉണ്ടെന്ന് പറഞ്ഞാൽ അതുപോലും മനസ്സിലാക്കാത്ത ഒരു സമൂഹമാണ്. ദഹനം വൃത്തിയായിട്ട് അനുഭവിക്കണം. എന്നാലേ നമുക്ക് തെളിച്ചമുണ്ടാകത്തുള്ളൂ. വയറ്റിൽ കെട്ടിക്കിടക്കുന്ന കാര്യങ്ങൾ, വയറ്റിൽ പലതും കെട്ടിക്കിടക്കുകയും എന്തെല്ലാം തരത്തിലുള്ള രോഗം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നമ്മുടെ സമൂഹം വൃത്തികെട്ടതാണെന്നുള്ളതിന് ഉള്ള ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ബിവറേജ് കോർപ്പറേഷൻ. എന്താ സംശയം? ബിവറേജ് കോർപ്പറേഷൻ പുകവലി ശരീരത്തിന് ഹാനികരമാണെന്ന് അതുമേ തന്നെ എഴുതി വെച്ച് ടാക്സ് മേടിച്ച് കച്ചവടം ചെയ്യുന്ന ഫ്രോഡ് പരിപാടിയല്ലേ ഇത്? കൊള്ളുകേലത്തെ സാധനമാണെന്ന് അറിഞ്ഞിട്ടും ടാക്സ് മേടിച്ച് വിറ്റ് കാശ് മേടിക്കുന്നു. അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇങ്ങനെ തന്നെയാണ്. യാതൊരു സംശയവും വേണ്ട. കള്ളത്തരവും വഞ്ചനയും ചതിയും അതിന് എല്ലാവരും അനുവദിച്ചു കൊടുത്തിട്ടാണ്. എല്ലാവർക്കും സമ്മതമാണ്. എല്ലാ മനുഷ്യരും അതിന് യോജിച്ച് നിൽക്കുകയും. അല്ലാണ്ട് ഇത് ഒരാളെടുത്ത തീരുമാനമൊന്നുമല്ല. എല്ലാ മനുഷ്യരും വൃത്തികേടിന് സഹകരിക്കുന്ന ഭാഗത്തായിരിക്കുന്നത്. അതുകൊണ്ട് അവരോട് നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. അവനവനോട് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയെ ബോധ്യപ്പെടുത്തണം, എൻ്റെ ഭർത്താവിനെ ബോധ്യപ്പെടുത്തണം, ഒരു രക്ഷയില്ല. ഞാൻ എന്നെ ബോധ്യപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമുള്ള കാര്യമാണ്. എൻ്റെ വീട്ടുകാരെ ബോധ്യപ്പെടുത്തണം, നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം ആണെങ്കിൽ ഇല്ല, എന്നെ കേൾക്കേണ്ട കാര്യമില്ല. ഒരു കഥയില്ല. ഇത് ഒരു മതത്തിൻ്റെയും കൂട്ടത്തിൽ നിൽക്കുന്ന ഭാഗമല്ല, ഒരു പഠിപ്പീരിൻ്റെയും ഭാഗമല്ല, ഒരു ഗവേഷണത്തിൻ്റെ തെളിവിൻ്റെ ഭാഗത്തല്ല. ഒരു പ്രൂഫും തരാനില്ല, ഒരു തെളിവും നിങ്ങൾക്ക് തരാനില്ല എൻ്റെ കയ്യിൽ. നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങളുടെ താല്പര്യമാണ്. ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങളോട് സ്നേഹിക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളോട് താല്പര്യമുണ്ടെങ്കിൽ മതി. നിങ്ങളിലെ ജീവൻ അനുഭവിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമാണ്. പഠിപ്പിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ മാറ്റിയെടുത്താൽ തീർച്ചയായിട്ടും എല്ലാ മതവിശ്വാസവും പൊട്ടത്തരമാണ്. അവനവനെ അനുഭവിക്കുന്നിടത്താണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ ഒരു സംശയം വേണ്ട. ജീവിതത്തിൻ്റെ ഭാഗം അനായാസം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ജീവൻ്റെ സവിശേഷത അനുഭവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ ഇത് അല്പനേരമല്ല, രാവിലെ 1 മണിക്കൂർ. പലരും ചോദിക്കാറുണ്ട് ഇത് എത്ര നേരം ശ്രദ്ധിക്കണം? 24 മണിക്കൂറും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അനുഭവിച്ച് സത്യസന്ധമായിട്ട് തുടരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതല്ലാണ്ട് വേറെ യാതൊരു മാർഗമില്ല. വേറെ ഒരു വഴിയും നടക്കില്ല. നിരന്തരം ശ്രദ്ധിക്കണം. അപ്പോൾ എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കയറി പിടിക്കുന്നത് നമ്മുടെ ദഹനേന്ദ്രിയങ്ങളെയാണ്. അല്ലാണ്ട് വേറെ ഒന്നിനെയല്ല. ദഹനേന്ദ്രിയത്തിലാണ് ആരംഭിക്കുന്നത്. ദഹനം ആദ്യം വൃത്തിയാവും. മനസ്സിലായി? അപ്പോൾ കരളിൻ്റെ പ്രവർത്തനമൊക്കെ സജീവമാകും. ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അപ്പോഴാണ് ശരിയായിട്ട് വരുന്നത്. രക്തമൊക്കെ ശുദ്ധിയാകാൻ തുടങ്ങും. ദഹനം ശരിയായാലേ രക്തം ശുദ്ധിയാകത്തുള്ളൂ.
മനസ്സിലായി? നമ്മുടെ ദഹിക്കാതെ കിടക്കുന്ന കുറേ കാര്യങ്ങൾ വയറ്റിൽ കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് വയറാദ്യം ശുദ്ധി ചെയ്യണം. വയറ് ശുദ്ധി ചെയ്തേ, ആമാശയം ശുദ്ധി ചെയ്തേ പറ്റത്തുള്ളൂ. ആമാശയം ശുദ്ധി ചെയ്യണമെന്നുണ്ടെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം അനുഭവിക്കുന്നവൻ കഴിക്കണം. കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അനുഭവമുള്ളവൻ കഴിക്കണം. അനുഭവമുള്ളവൻ കഴിക്കണം. ആരാണ് അനുഭവമുള്ളവൻ? നിരന്തരം അവനവനിൽ ഉണരുന്നവൻ. അവനവന് മാത്രമേ അനുഭവമുള്ളൂ. അവനവനിൽ ഉണരണം. അവനവൻ എന്താണ് എന്ന് അനുഭവിച്ചിരണം. അവനവൻ്റെ ചിന്തയല്ല, അവനവൻ്റെ സ്വത്തുക്കളല്ല, അവനവനോട് മറ്റുള്ളവർക്കുള്ള താല്പര്യമല്ല, ഒരിക്കലുമല്ല. എന്നെപ്പറ്റി മറ്റുള്ളവരെന്ത് പറയുന്നു? ഒരിക്കലുമല്ല. ഞാൻ എന്നെ അനുഭവിക്കുന്നു. ആ അനുഭവത്തിലാണ് അതിൻ്റെ സത്യസന്ധത. എൻ്റെ അനുഭവത്തിൻ്റെ തെളിച്ചത്തിൻ്റെ തുടർച്ചയാണ് എൻ്റെ ജീവിതം. അല്ല ഒരു സയൻസും ഒരു മതവിശ്വാസത്തിലും ഒരു കഥയുമില്ല. ഞാൻ എനിക്ക് ജീവിക്കണം, നന്നായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ അനുഭവിക്കണം. എൻ്റെ അനുഭവത്തിൽ തെളിച്ചമുണ്ടാകണം, തുടർച്ചയുണ്ടാകണം. വേറെ ഒരു ഗ്രന്ഥമെടുത്ത് വായിച്ചിട്ട് ഒരു കാര്യവുമില്ല, ഒരു കഥയില്ല. എന്നെ നന്നായിട്ട് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ദഹനം ശരിയായിട്ട് സംഭവിക്കണം. അപ്പം ആരാണ് ഭക്ഷണം കഴിക്കേണ്ടത്? അനുഭവമുള്ളവൻ കഴിക്കണം. എന്നിട്ടേ കഥയുള്ളൂ. വാരി വലിച്ച് ഭക്ഷണത്തിൻ്റെ രുചി കൊണ്ട് കഴിക്കുന്നവന് ഒരിക്കലും പ്രാപ്തി ഉണ്ടാകത്തില്ല. രുചി കൊണ്ട് കഴിക്കുന്നവനല്ല, അനുഭവമുള്ളത് കൊണ്ട് കഴിക്കണം. അത് തീർച്ചയായിട്ടും നിരന്തരം ശ്രദ്ധ വേണം. ഇത് അരമണിക്കൂർ 1 മണിക്കൂറല്ല, നിരന്തരമാണ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ സ്ഥാനം കൊടുക്കുന്നത്. വല്ലപ്പോഴും കൂടിയല്ല, നിരന്തര എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ. ഞാൻ സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലായ്പ്പോഴും എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ. അതിൽ നിന്നാണ് എൻ്റെ തെളിച്ചം, അതിൽ നിന്നാണ് ഞാൻ ഉണർന്നത്. അത് വേറെ യാതൊരു ടെക്നോളജിയില്ല, വേറെ യാതൊരു യോഗാഭ്യാസവും ഒന്നുമില്ല. എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ എല്ലാ മനുഷ്യരിലും. പട്ടിയും പൂച്ചേനെ നോക്കിയാൽ മതി, മനുഷ്യരെ നോക്കിയിട്ട് കാര്യമില്ല. പട്ടിയും പൂച്ചേനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. കാരണം എന്താണ്? അവർ സ്കൂളിൽ പോയില്ല, അവരെ പഠിപ്പിച്ചില്ല, അവർക്ക് മതവിശ്വാസമില്ല. അതുകൊണ്ട് അവരുടെ ജീവൻ്റെ ഭാഗത്ത് അവർ സജീവമാണ്. വ്യത്യാസം ഇത്രയേ ഉള്ളൂ. മനുഷ്യൻ കണ്ടു കഴിഞ്ഞാൽ അവനൊരല്പം ശ്വാസം എടുക്കുന്നത് എന്തോ അവന് ഭയങ്കര നാണക്കേട് പോലെ. ശ്വാസം എടുക്കുന്നവന് നാണക്കേട് പോലെ. അല്പം ശ്വാസം എടുത്തിട്ട് അവൻ നിർത്തിക്കളയും. മനസ്സിലായി? ആ ശ്വാസം എടുക്കാൻ പോലും അവന് ധൈര്യമില്ല, പറ്റുന്നില്ല. ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ തലക്കറക്കം വരും. സമൂഹത്തിൽ നിൽക്കുന്ന ഏത് ആളെ വിളിച്ച് നോക്കിക്കോ, ഒന്ന് ശരിക്കും എക്സ്പാൻഷൻ പറയാം, അപ്പം അവന് തലകറങ്ങും. അപ്പം തലകറങ്ങുന്ന സമൂഹമാണ് ഇവിടെ ഉള്ളത്. ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, മനസ്സിലായി? ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പത്തെ വല്ലാത്ത മാനസികാവസ്ഥയും വല്ലാത്ത ശരീരത്തിൻ്റെ അസ്വസ്ഥയൊക്കെ പൊന്തി വരും. കാരണം എന്താണ്? ആമാശയത്തിൽ കെട്ടിക്കിടക്കുന്ന വൃത്തികേടുകൾ വേറെ ഒന്നുമല്ല. എന്തുകൊണ്ടാണ്? ആമാശയത്തിൽ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന എല്ലാം ഉണരും. അപ്പം തന്നെ വല്ലാത്ത അവസ്ഥയാവും. തീർച്ചയായിട്ടും ആവും, ഒരു സംശയം വേണ്ട. തലകറക്കം ഉണ്ടാകും, വേറെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. കാരണം ശരീരത്തിൽ കിടക്കുന്ന മുഴുവനും വിഴിപ്പാണ് കിടക്കുന്നത്. അവരാണ് തർക്കിക്കുകയും അടിവെക്കുകയും വഴക്കുണ്ടാക്കിയും. എനിക്ക് അവസരം മറ്റുള്ളവർ തരണമെന്ന് പറയണം. നമുക്ക് അവസരം ആരും തരണ്ട, നമുക്ക് അവസരങ്ങൾ ആരും തരണ്ട. ഒരാളുടെയും ശുപാർശയല്ല നമ്മൾ നന്നായിട്ട് ജീവിക്കുന്നത് അവനവൻ അനുഭവിക്കുന്നിടത്താണ്. ഇത് ആരുടെയും ഒത്താശയുടെ ആവശ്യമില്ല. എനിക്ക് അവസരം മറ്റുള്ളവർ ആരും തരുന്നില്ല. ഒരു സമൂഹത്തിൻ്റെ നീതിയും വേണ്ട ആവശ്യമില്ല. ഒരു സാമൂഹ്യ നീതിയുടെ ആവശ്യമില്ല. നമ്മുടെ ഈ കാശുണ്ടെങ്കിൽ നമ്മളെ നോക്കാൻ ആൾക്കാർ വരും. അത്രയേ ഉള്ളൂ. പിടിപാടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ആൾക്കാർ വരും. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കി ഒരു കാശുമില്ല, പിടിപാടുമില്ലാത്തവനായിട്ട് മാറിക്കഴിഞ്ഞാൽ കുറേ ശല്യങ്ങൾ ഒഴിഞ്ഞു.
കുറേ ശല്യങ്ങൾ ഒഴിഞ്ഞ്, കാശൊന്നും അധികം വേണ്ട. മനസ്സിലായി? ജീവിക്കാൻ ഇന്ന് ഭക്ഷണം കഴിക്കാനുള്ള കാശ് മതി. കാശൊന്നും അധികം വേണ്ട. ബാക്കി കാശ് കൂടുതലുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാണിച്ചോ. പക്ഷേ ജീവിത സൗകര്യം, ജീവിതാനുഭവം മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ അവനവൻ്റെ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ അത് നിരന്തരമായിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയുണ്ട് സമാധാനം. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ തർക്കിക്കുന്ന ഗ്രൂപ്പിൽ രാഷ്ട്രീയം പറഞ്ഞ് അടിവെക്കുന്ന കാര്യം എന്ത് കാര്യത്തിനാണ്? ഒരു കഥയില്ല. രണ്ടുപേരും കള്ളത്തരം കാണിക്കുന്ന ആൾക്കാരാണ്. രാഷ്ട്രീയ ചർച്ച കേട്ടാൽ മതി. രണ്ട് കൂട്ടരും കള്ളത്തരം പറയുന്ന ആൾക്കാരാണ്. രണ്ടുപേരും കള്ളത്തരമാണ് പറയുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് വന്നിരുന്ന് കള്ളത്തരം പറയുന്ന ആൾക്കാരാണ് ഈ ടി വി ചാനലിൻ്റെ മുമ്പിൽ വന്നിരുന്ന് കള്ളത്തരം പറയുന്ന രാഷ്ട്രീയക്കാർ. ഒരു സംശയവും വേണ്ട. അപ്പോൾ പൊതുജനങ്ങൾ നമ്പർ 1 മാസ്റ്റർ പീസ് വിഡ്ഢികളാണോ? അല്ല, അവരും ഇത് അംഗീകരിച്ചു കൊടുക്കുക. ഇവർ കള്ളത്തരോ പറയണത്, അവർ കള്ളത്തരോ പറയണത്. ഒരു പാർട്ടിയിൽ നിന്ന് ഇപ്പുറത്തെ പാർട്ടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തെ പാർട്ടി അത്രയും നാൾ ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് പറഞ്ഞാൽ പിന്നെ അപ്പുറത്തെ പാർട്ടിയെ ചീത്ത പറയുന്നത് എന്ത് കാര്യത്തിനാണ്? ഇത് മനുഷ്യന് സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഒരു മതത്തിലുള്ളവൻ മറ്റേ മതത്തെ ചീത്ത പറയുന്നു. അപ്പുറത്ത് എൻ്റെ മതമാണ് നല്ലതെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ നോക്കുന്നു. എന്ത് കാര്യത്തിന്? എൻ്റെ മതം നല്ലതാണെങ്കിൽ അത് എനിക്കല്ലേ കൊള്ളാവുന്നത്. എൻ്റെ മതത്തെപ്പറ്റി ഞാൻ മറ്റുള്ളവരോട് പറയണെന്തിനാണ്? എൻ്റെ മതത്തെപ്പറ്റി പറയണെന്തിനാണ്? ഞാൻ മനുഷ്യരോട് സഹകരിച്ചാൽ പോരെ. സഹകരണം മാത്രമേ ആവശ്യമുള്ളൂ. ഇത് പഠിപ്പിക്കാൻ നടക്കുന്ന ആൾക്കാരാണ്. പഠിപ്പിക്കാൻ നടക്കുക. നമ്മൾ ആരെയും പഠിപ്പിക്കണ്ട. നമ്മുടെ തെളിച്ചത്തിൽ നമ്മൾ അനുഭവിച്ച് നിൽക്കുമ്പോൾ അവിടെ ശരിയായിട്ടുള്ള സത്യസന്ധത അനുഭവിക്കുന്ന ഭാഗത്ത് ഓരോരുത്തരും ഉണരാൻ തുടങ്ങും. തീർച്ചയായിട്ടും ഉണരും. അവർക്ക് തന്നെത്താൻ താല്പര്യം ഉണ്ടാകും. പഠിപ്പിക്കാൻ ചെല്ലുമ്പോഴാണ് അടിയും വഴക്കമൊക്കെ ഉണ്ടാകുന്നത്. ശരിയും തെറ്റിനെ പറ്റി പറയുന്ന ആൾക്കാരെ പുറകെ പോകണ്ട. ശരിയും തെറ്റും ആരെയും പഠിപ്പിക്കണ്ട. ഞാൻ എന്നെ അനുഭവിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? ഞാൻ എന്നിൽ ജീവൻ അനുഭവിക്കുന്നു. ഇതിനകത്ത് ആരാണ് ഇടപെടാനുള്ളത്? ഇതിനകത്ത് എന്താണ് സംശയം? ഞാൻ എന്നെ നിരന്തരം അനുഭവിക്കുന്നു. അതിൽ എവിടെയാണ് ഒരു കോൺഫ്ലിക്റ്റ്? എങ്ങുമില്ല. ഒരു സംശയവും ഇല്ലാണ്ടാകണം. ഒരു വ്യക്തിക്കും ആ വ്യക്തിയിൽ ഒരു സംശയം ഉണ്ടാകണം. ഏറ്റവും വലിയ അപകടമാണ് അവനവനിൽ സംശയം ഉണ്ടാകുക എന്ന് പറയുന്നത്. ദുരന്തത്തിൻ്റെ ആരംഭം അതാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ. ശ്വാസത്തെ അല്ല ശ്രദ്ധിക്കേണ്ടത്. ശ്വാസമൊക്കെ സംഭവിച്ചോളും. എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ശരിയായിട്ട് നടക്കുമ്പോൾ നട്ടെല്ല് നിവർന്നു വരും. നട്ടെല്ല് നിവരുമ്പോൾ നമ്മുടെ ദഹനേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങും. അതെ, അപ്പോഴേ നന്നായിട്ട് പ്രവർത്തിക്കത്തുള്ളൂ. നട്ടെല്ല് നിവർന്ന് നിൽക്കുന്നില്ലെങ്കിൽ, ശ്വാസകോശമൊക്കെ ശരിക്ക് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഹൃദയത്തിനൊക്കെ ഭാരമല്ലേ? രക്തോട്ടം എങ്ങനെ സംഭവിക്കും? രക്തോട്ടം